എന്താ നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, എസ് സോമൻ്റെ ഭീമൻ വാഴയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പടികൂറ്റൻ വാഴ, അതായത് ഞാൻ ഈ വാഴ കൊണ്ടുവരുമ്പോൾ ഇത് മലേഷ്യൻ വാഴയാണ്. കൊണ്ടുവരുമ്പോൾ 6 അടിയാകുമ്പോൾ ഈ വാഴ കൊലയ്ക്കുമായിരുന്നു. സാമാന്യം തെറ്റില്ലാത്ത കൊലയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്തിട്ടും അത് വാഴ അതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ 5 നാടൻ മുട്ടയുടെ വെള്ള കഴിക്കുമായിരുന്നു. മഞ്ഞക്കരി കഴിക്കത്തില്ല, അത് ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. ഞാനിതെല്ലാം കാക്കയ്ക്കായിരുന്നു കൊടുക്കുന്നത്. ഒരുപാട് കാക്ക കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി കാക്ക നമ്മുടെ മുറ്റത്ത് തന്നെ ചത്തു വീണു. അപ്പം ഞാൻ വിചാരിച്ച് ഈ കാക്ക എന്തിനാ കൊല്ലുന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത്, ഇതും 1/2 ലിറ്റർ പാല് കാച്ചി അതിൻ്റെ പാട ഞാൻ വെട്ടും. ആ പാട് ഈ മുട്ടയുടെ മഞ്ഞയും കൂടെ ഇതിൻ്റെ ചെവിട്ടി തെളിച്ച് ഇട്ടിട്ട് ഇച്ചിരി മണ്ണും ഇട്ടിട്ട് പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വളം. പക്ഷേ ഒരു പുതുപുത്തൻ വിസ്മയമായിട്ടാണ് ഈ വാഴ പിന്നെ വന്നത്. 45 ഇഞ്ച് വണ്ണമുണ്ട്, 25 അടി ഉയരമുണ്ട് ഈ വാഴയ്ക്ക്. ഇത് സംഭവിച്ചത് ആ പ്രത്യേകതരം വളം കൊണ്ട് തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ 100% നിഗമനം. കൃഷിഭവൻകാർക്കോ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിനോ ഉത്തരം കിട്ടാത്ത ഒരു പ്രയോഗം തന്നെയാണിത്. എസ് സോമൻ്റെ ഈ ഭീമൻ വാഴ. ഭീമൻ വാഴയാ, ഭീമൻ രഘുവൊന്നുമല്ല. അതുകൊണ്ട് എല്ലാ കർഷകരും 5 മുട്ടയുടെ വെള്ളക്കരുവ് ഇട്ട് വളർത്തിയാൽ ആ പഴം എത്ര രൂപയ്ക്ക് വിൽക്കാൻ ഒക്കും? ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പ്രേക്ഷകരെ, ഇത് കള്ളമല്ല പറയുന്നത്. നേരിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഈ വാഴ കാണാം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇത് കണ്ടില്ലേ, എനിക്ക് 6 അടി നീളമുണ്ട്. എന്നേക്കാൾ 5 പങ്കൂടെ നീളമുണ്ട് ഈ വാഴയ്ക്ക്. അതായത് ഞാൻ അത്തരത്തിലുള്ള ഒരു വളവും ചെയ്യാത്ത വാഴകളാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വാ, കൊലച്ച് നിൽക്കുന്ന കണ്ടില്ലേ, 7 അടി മാത്രം പൊക്കമേ ഉള്ളൂ. ഈ വാഴയ്ക്ക് 8 അടി പൊക്കമുണ്ട്. ഇതിൽ കൂടുതൽ വണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്ട് 12-13 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒരു വാഴ വളർന്നിട്ടില്ല. അതുകൊണ്ട് കൃഷിഭവൻകാരും കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാരും നേരിട്ട് എൻ്റെ വാഴ വന്ന് കണ്ടിട്ട് എനിക്കൊരു പ്രോത്സാഹനം തരേണ്ടതാണ്. അതിന് അർഹനാണ് ഞാനെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ഈ വാഴ കൊലയ്ക്കും. 125 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു കൊല ഇതിനുണ്ടാകും. അതെൻ്റെ ശക്തമായ നിഗമനമാണ്. അതുപോലെ സംഭവിക്കും. പ്രേക്ഷകരെ, ഇതുപോലുള്ള പുതുപുത്തൻ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.